ഇപ്പൊ സ്കൂൾ അവധിയുള്ള സമയമാണല്ലോ, ക്രിസ്മസിൻ്റെതാകുന്ന അവധിയാണ്. ആ അവധി തന്നെ നിഷേധിക്കപ്പെട്ട് യു പിയിലുള്ളതാകുന്ന ആളുകൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നതാകുന്ന അധികാരി വർഗങ്ങളിൽപ്പെട്ടതാകുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും സ്കൂളിൽ വരണമെന്ന് പറഞ്ഞ് യു പിയിലുള്ള അധികാരികൾ അങ്ങനെ വിളിക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത നമ്മൾ അറിഞ്ഞു. ക്രിസ്മസിന്റെ ആ സുദിനത്തിൽ ഒരു വിഭാഗം ആളുകൾ, ക്രൈസ്തവ സമൂഹങ്ങൾ യേശുവിൻ്റെതാകുന്ന ജന്മദിനമായി ആഘോഷിക്കുന്നതാകുന്ന അവരുടെ ആശയാദർശ പ്രകാരം ജീവിക്കുന്നതിനിടയിൽ ലോകർക്ക് മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് അവധിയുടേതാകുന്ന സുദിനങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ. ആ ദിവസത്തെ തന്നെ അവധി അറുത്തുമുറിച്ചു മാറ്റി ആ ദിനത്തിൽ ഞങ്ങളുടെ നേതാവിൻ്റെതാകുന്ന ജന്മജയന്തി ആഘോഷിക്കുവാൻ സ്കൂളുകളിലേക്ക് കുട്ടികൾ നിർബന്ധമായും കടന്നു വരണമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞതാകുന്ന ഡിസംബർ 25-ന് സ്കൂളിലേക്ക് മക്കളെയൊക്കെ തിരിച്ചു വിളിച്ച് ആ ആഘോഷത്തിന്റെ സുദിനത്തിൽ മറ്റൊരാഘോഷത്തിന്റെ പേര് പറഞ്ഞ് മക്കളെയൊക്കെ അവരുടെ അവധി ഒഴിവാക്കിയത് യു പി സർക്കാർ നടത്തിയതാകുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഉള്ളിലുള്ളതാകുന്ന എല്ലാ കള്ളത്തരങ്ങളും വിളിച്ചറിയുന്നവനാണ് അല്ലാഹു. ഹൃദയത്തിന്റെ കത്തലങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഏതെല്ലാം രഹസ്യങ്ങളുണ്ടോ ആ രഹസ്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിവുള്ളവനാണ് അല്ലാഹു, ജഗന്നിയന്താവായ അല്ലാഹു. ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് അള്ളാഹ്ക്ക് മാത്രമല്ല, നബിമാർക്കും ഈ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് ലോകരെ പഠിപ്പിക്കുകയാണ്. മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ പവർ അറിയുമോ? ഈസാ നബി അലൈഹിസ്സലാം ആളുകളെ നോക്കിക്കൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, നീ ഇന്ന ഭക്ഷണമല്ലേ കഴിച്ചത്, നീ ഇന്ന കുടിനീരല്ലേ കുടിച്ചത്, നിന്റെ വീടിന്റെ ഉള്ളിന്റെ അകത്തളത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം നീ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഈസാ നബി അലൈഹിസ്സലാം പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. അപ്പൊ പിന്നെ അള്ളാഹുടെ കഴിവ് എന്താ? അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കി തരാനാണ് സൃഷ്ടികളിൽ പെട്ടതാകുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിനെ അള്ളാഹു പറയുന്നത്. വഉനബ്ബിയുകും ബിമാ തഅകുലൂൻ വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളുടേതാകുന്ന വീടിനകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത് വിളിച്ചു പറയാനുള്ള കഴിവ് അല്ലാഹു ഈ പാപിയാകുന്ന എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ സാധുവിനെ നൽകിയിട്ടുണ്ട് അല്ലാഹു പറയ. ഈസാ നബി അലൈഹിസ്സലാം പറയാ. അത്രയല്ല, നിങ്ങൾ കഴിച്ചത് ഇന്നിപ്പോ കുഴിമന്തിയാണ് കഴിച്ചത്, ഇതാ നിന്റെ ആ സൈഡിൽ ഒരു കുഴിമന്തിയുടെ ചിക്കന്റെ പീസ് കിടപ്പുണ്ട് എന്ന് പരസ്യമായിട്ട് പറയും. ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം കറക്റ്റായിട്ട് പറയും. അതുപോലെ നിന്റെ പൈസയൊന്നും ഇല്ല, പിരിവ് ചോദിക്കുമ്പോഴത്തേക്കും കാശൊന്നും ഇല്ല എന്ന് പറയുന്ന ആളോട് പറയും, എടാ നിന്റെ വീട്ടിൽ അലമാരയുടെ ഇന്ന സൈഡിൽ ഇരിപ്പില്ലേ? ആകെ പെട്ടു. ഈസാ നബിയുടെ മുന്നിലൊന്നും പോയി നിൽക്കരുത്, എല്ലാം പെടും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഖുർആനാണ് പറയുന്നത്, വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുവകകളെ പറ്റി കൃത്യമായി അളന്നു മുറിച്ച് പറയാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും നിന്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്, എവിടെയൊക്കെ സ്വർണം വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ വെള്ളിയുണ്ട്, എവിടെയൊക്കെ നീ പൈസ കൊടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം കൃത്യമായി വിളിച്ചു പറയും. അരിയും സാധന സാമഗ്രികളും ഒക്കെ പറയും. ആര്? ഈസാ നബി അലൈഹിസ്സലാം. ആളെ ജസ്റ്റ് ഒന്ന് കണ്ട സ്കാൻ ചെയ്യും. ഫുള്ള് സ്കാനിങ് ആണ്. ഒറ്റ നോട്ടത്തിൽ വയറിൽ എന്തൊക്കെയാ കിടക്കുക, നീ കഴിച്ച ഇന്നലെ കഴിച്ച രാവിലെ എന്ന് നോക്കിയിട്ട് പറയും. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പവർ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അമ്പിയാക്കളിൽ നൽകിയത്? അല്ലാഹുവിന്റെ കഴിവ് മനസ്സിലാക്കി കൊടുക്കാൻ. സൃഷ്ടികൾക്ക് ഈ കഴിവുണ്ടെങ്കിൽ സൃഷ്ടാവിന് എത്രത്തോളം കഴിവുണ്ട് മനസ്സിലായിക്കോണം. ആ കഴിവ് ഇല്ല എന്നുള്ള മിഥ്യയിലാണ്, ധാരണയിലാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റബ്ബൊന്നും കാണുന്നില്ല, അല്ലാഹു ഒന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനേക്കാൾ വലിയൊരു വാക്കിന് പറയാനില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്നെ സസൂക്ഷ്മം പരിപൂർണമായി വലയം ചെയ്തുകൊണ്ട് നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിന്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് നീ പോകുന്നത് എന്ന് നീ ചിന്തിക്കരുത്. നമ്മൾ തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിനെ വെട്ടിച്ച് ചെയ്യാം എന്ന് കരുതരുത്. ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ പല ആളുകളും അതൊക്കെ വെറുതെയാണ്, അതൊക്കെ പിന്നെ നോക്കാം, അള്ളാഹ് കൊണ്ടുവരാം പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് ഖബർ വരട്ടെ മഹ്ശറ വരട്ടെ അപ്പം നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഇന്നത്തെ തലമുറ. നരകത്തെ കുറിച്ച് ഭയമില്ല, മഹ്ശറയെ കുറിച്ച് പേടിയില്ല. യുക്തിവാദികളായി ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു, യുക്തിവാദികളാകുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ആ ബക്കറ്റൊന്നും കൊണ്ടുപോകുന്നല്ലോ, ഒരു സദക്ക എല്ലാവരും കൊടുത്താൽ നല്ല നിയ്യത്തിലിരിക്കാൻ ഇൻഷാ അല്ലാഹ് ശ്രദ്ധയോടുകൂടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട? നല്ല ഒരു കുപ്പി വെള്ളം എല്ലാവർക്കും കൊണ്ട് തരുന്നുണ്ട്. വെള്ളമാണോ ബിസ്ക്കറ്റാണോ എന്താണ്? ബിസ്ക്കറ്റ്. അതാ റാഹത്ത്. ബിസ്ക്കറ്റും ചായയും വരുന്നു. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ്. സുബഹി വരെ ഇരിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ വേണം? ബിസ്മില്ലാ. അള്ളാഹു അത് കൊടുക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും കഴിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഫിയത്ത് അള്ളാഹു നസീബാക്കട്ടെ. ദ്വാരന്ന് കേട്ടിട്ട് ഇനി ഷുഗറുള്ളവരൊന്നും മൊത്തവും മരിച്ചു കയറി കഴിക്കല്ലേ, ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവിധ ബർക്കത്തും അള്ളാഹു നസീബാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. ബക്കറ്റൊന്നും കൊണ്ടുപോയിക്കോളൂ എല്ലായിടത്തും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സദഖ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീനൊന്നും കേൾക്കുന്നില്ലല്ലോ. വലിയ കൂട്ടുപ്രാർത്ഥനയ്ക്ക് എതിരുള്ള ആൾക്കാരാണോ എന്ന് അറിഞ്ഞില്ല. ആമീൻ പറയുന്നില്ല ആരും. ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله അല്ലാഹുവേ ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഏതെല്ലാം നിയ്യത്തുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ നീ സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ലാഹ്. ശരീരത്തിന് സിഹത്ത് പ്രദാനം ചൊരിയണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ, സർവ്വ ലക്ഷ്യങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നീ നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണേ, പൂർണ്ണമായി ശ്രദ്ധിക്കാൻ അല്ലാഹുവിനെ ആഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വർഗാവകാശികളാകുന്ന ആളുകൾ മനോഹരമായ സ്വർഗത്തിൽ അഭിരമിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കിടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന അവിശ്വാസികളെ നേർക്ക് നേരെ കാണുകയാണ്. അവിശ്വാസികളെ കാണുമ്പോ സ്വർഗാവകാശികൾ നരകാവകാശികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ. സ്വർഗത്തിൽ വസിക്കുന്നതായ സ്വർഗാവകാശികൾ ആ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നരകാവകാശികളോട് ചോദിക്കുകയാണ്. തമ്മാടികളായ റൗഡികളാകുന്ന ആളുകളോട് ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ, ഈ കത്തിച്ചൊരിക്കുന്ന സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാറുള്ള കാരണം എന്താണ്? എന്താണ് ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങളെ എടുത്തെറിഞ്ഞത്?
നരകത്തിന്റെ ഒരു പേരാണെന്ത്? സഖർ. ധാരാളം നരകങ്ങളുണ്ട്. മറ്റൊരു പേര് പറയും നരകത്തിന്റെ. ഒരാൾ പറയും നരകത്തിന്റെ ഒരു പേര് പറയുന്നു, ഒച്ചത്തിൽ പറയും. ഇങ്ങനെ ഊതി അങ്ങനെ നെഞ്ചത്തോട്ട് ഊതുകയാണ്, ഒച്ചത്തിൽ പറയും. നരകത്തിന്റെ ഒരു പേര് പറയും, വൈല്. അതോ വെയിലെന്നോ? വൈൽ എന്നുള്ളത് നരകത്തിന്റെ ഒരു ചെരുവാണത്. ഖഅറുൻ ഫീ ജഹന്നം. സയ്യിദുനാ റസൂലുള്ളാഹി ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവർക്കാണ് നാശമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വൈലെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഖഅറുൻ ഫീ ജഹന്നമ. ജഹന്നം എന്ന നരകത്തിൻ്റെതാകുന്ന ഒരു ചെരുവാണ്, ഒരു ഭാഗമാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെ അലസത വെക്കുന്ന, നമസ്കാരത്തോട് മടിയുള്ളതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവർക്കാണ് വൈല്, അവർക്കാണ് നരകത്തിന്റെ ഒരു ഭാഗമുള്ളത്. അതൊരു ചെറിയ കുണ്ടാണ്, ചെരുവാണ്. നരകത്തിന്റെ ഒരു ചെരുവാണ് അല്ലാഹു അത് സമ്മാനിക്കുന്നത്. ഈ ദുനിയാവിൽ നമസ്കാരത്തെ അലസത വെക്കുന്നവർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കാരത്തെ അലസത വെക്കുന്നവർ. جاء عمر بن الخطاب رضي الله عنه الى رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഹാദിഹിൽ ആയ. ഈ ആയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവർക്കാണ് സർവനാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരെ നമസ്കാരത്തെ അലസത വെക്കുന്നവരാണ്, മടിവെക്കുന്നവരാണ്. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, الذين يؤخرون الصلاة عن أوقاتها. നമസ്കാരത്തെ അതിന്റെ ആദ്യ സമയത്തെ തൊട്ട് പിന്തിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവർക്ക് നൽകപ്പെടുന്നതായ നരകമാണ് ജഹന്നം എന്ന നരകത്തിന്റെ ചെരുവാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ഭാഗമാണേത്? ജഹന്നം എന്ന വലിയ നരകത്തിന്റെ ഒരു ചെറിയ ഭാഗം, അതിന്റെ ചെരുവെന്നർത്ഥം. ഖഅറുൻ ഫീ ജഹന്നം. അതാണ് വൈല്. അതല്ല, വേറെ പേരുകളുണ്ട് നരകത്തിന്റെ. ഒരു പേര് പറയും. വൈല് കിട്ടുന്ന ആർക്കാന്ന് ഇപ്പൊ പറഞ്ഞു. ആർക്കാണ്? നിസ്കാരം സമയത്തെ തൊട്ടും പിന്തിക്കുന്നവർ. അപ്പൊ ഇപ്പൊ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, സമയത്താണോ നിസ്കരിക്കുന്നത്? അതുകൂടി ചിന്തിക്കുക. അവ്വല് വഖത്തിൽ ജമാഅത്തായി നമസ്കരിക്കുന്ന പുരുഷന്മാർ രക്ഷപ്പെട്ടു. അവ്വല് വഖത്തിൽ കൃത്യമായി അദായി നമസ്കരിക്കുന്ന സഹോദര സഹോദരിമാർ രക്ഷപ്പെട്ടു. നമസ്കാരത്തെ അകാരണമായി പിന്തിക്കുന്ന ആളുകളുണ്ട് സ്ഥിരമായി. അവർ പണിയിട്ടി. കാരണം എന്താ? അവര് നിസ്കരിച്ചിട്ടും കാര്യമില്ല. അവരെയാണ് മടിയന്മാരായി, അലസന്മാരായി ആര് പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവർക്ക് എന്ത് ഉറപ്പാണ്? നരകീയ ശിക്ഷ ഉറപ്പാണ്. നിസ്കരിച്ചാൽ തന്നെ കിട്ടും. അല്ലാഹു കുമാറാവട്ടെ. കാരണം തോന്നുമ്പോൾ നിസ്കരിക്കാനുള്ളതല്ല എന്നർത്ഥം. അപ്പൊ അതൊരു മറ്റു വിഷയം. ദൈവം വൈലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാണത്. വൈല് മാത്രല്ല, ഇപ്പൊ ഒന്ന് പറഞ്ഞു, ജഹന്നം ഒരു നരകമാണ്, ഹുതമ മറ്റൊരു നരകമാണ്, ഹാവിയ മറ്റൊരു നരകമാണ്, പിന്നെ ലള ഒരു നരകമാണ്, ജഹീം മറ്റൊരു നരകമാണ്. അതുപോലെ ഒരു നരകമാണിത് സഖർ. സീന് ഖാഫ് റാ. ശരിക്കും മനസ്സിലാക്കണേ. ആ നരകത്തിലേക്ക് എറിയപ്പെട്ട ആളുകളുടെ ചാരത്ത് വന്ന് സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ ചോദിക്കും, നിങ്ങളെങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് ചോദിക്കാം. നിങ്ങളെങ്ങനെ ഈ സക്കറിനകത്ത് വന്നു എന്ന്. അപ്പൊ അവര് പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി കാരണമാണ്, അഥവാ അതിന്റെ കാരണം കൊണ്ടാണ് അവർ അതിലെത്തിയതെന്നാണ് അവർ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏതാണത്?
ഖുർആൻ പറയാ ശരിക്കും ശ്രദ്ധിക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഒരു ക്ഷീണം പോലെ. എന്താ പറ്റി? ക്ഷീണമുണ്ടോ? മഗ്‌രിബിന് ശേഷം തുടങ്ങിയോണ്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഒരു ക്ഷീണം. ക്ഷീണമില്ലേ? കുഴപ്പമില്ല. ക്ഷീണം ഇല്ലാത്തവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ കൈ കൊണ്ടെനിക്ക് പിരിവ് തന്നാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, നല്ലപോലെ ശ്രദ്ധിക്കുക. നല്ല ചായ വരുന്നുണ്ട്, അപ്പൊ ഇനി ഒരു ഉണർവ് കിട്ടും. മാഷാ അല്ലാഹ്. എനിക്കൊന്ന് ബിസ്ക്കറ്റ് തൊണ്ടേ കുടുങ്ങിയിട്ടാന്ന് തോന്നി, ആരും അനങ്ങാത്ത. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കും. തങ്ങൾ പറയുകയാണ്, സ്വർഗാവകാശികൾ നരകത്തിന്റെ അഖിലുകാരോട് ചോദിക്കുകയാണ്, മാ സലക്കകും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണമെന്താണ്? ഖാലൂ, നരകാവകാശികൾ വിളിച്ചു പറയുകയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നേ ഇല്ല, ഞങ്ങൾക്ക് നിസ്കാരമെന്നുള്ള പണിയില്ല, നിസ്കാരത്തെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട്. നിസ്കാരത്തെ അലസത വെക്കാന്ന് പറയാൻ തീർത്ത് നെവർ മൈൻഡ്, ശ്രദ്ധിക്കുന്നില്ല. കോവിഡ് വന്ന പിന്നെ ജുമാ പോലും ഇപ്പൊ നിസ്കരിക്കാത്ത ആളുകളുണ്ട്. മറ്റേ ജുമായ്ക്കെങ്കിലും പള്ളിയിൽ പോയിരുന്നു, ഇപ്പൊ അതും കൂടി ഒഴിവായി കിട്ടി. കോവിഡ് വന്നപ്പോഴത്തേക്കും അതൊക്കെ ഒഴിവായതാണ്. പിന്നെ ജുമായ്ക്ക് പോലും പോകൂല, അതിനോടൊരു വ്യക്തി. ബാക്കിയുള്ളതൊക്കെ ഓക്കെ, ബാക്കി എല്ലാ കാര്യത്തിലും പങ്കെടുക്കും. നേർച്ചയ്ക്ക് ഉണ്ടാകും, ആണ്ട് നേർച്ചയ്ക്കുണ്ടാവും, അതിന് പൊതി വാങ്ങും, മൗലൂദിനുണ്ടാവും, റാത്തീബിനുണ്ടാവും. ഒക്കെ നിസ്കാരം വരുമ്പോ പതുക്കെ ഹലാസ് ചാടി ഇറങ്ങാൻ. പള്ളിക്കകത്തോട്ട് കയറിയിരിക്കാൻ വരാം, ഒരു 5 മിനിറ്റ് ഇത്തിക്കാഫ് ഇരിക്കാൻ വരാം, വേഗം ഇറങ്ങണം. അഥവാ നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയാൽ തന്നെ വേഗം ഇറങ്ങണം. വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? വലിയ വിഷയമാണ്. നരകാവകാശികളാകുന്ന ആളുകൾ, സഖർ എന്ന് പറയുന്ന നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഈ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നവരെ അല്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, തമ്മാടികളെ റൗഡികളുമാകുന്ന ആളുകൾ ചെയ്തിരുന്ന ഏതെല്ലാം നീചമായ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരായിരുന്നു, എല്ലാ അശ്ലീലതകൾക്കും ചുവട് വെച്ചവരായിരുന്നു. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഏതെല്ലാം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കാര്യങ്ങളുണ്ടോ അതിൽ മുഴുകിയവരോടൊപ്പം ഞങ്ങളും പരിപൂർണമായി മുഴുകി ജീവിച്ചവരായിരുന്നു. അക്കാരണത്താലാണ് ഞങ്ങൾക്ക് ഇതാ സഖർ എന്ന് പറയുന്ന നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നത് എന്ന് നരകത്തിൽ കടക്കുന്നവർ വിളിച്ചു പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും മഹ്ശറെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും ഉലമാക്കൾ വന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വാഴ്ന്നു പറയുമ്പോ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്ന സ്വഭാവമായിരുന്നു. ശ്രദ്ധിക്കാതിരിക്കുന്നതായ ആളുകളായിരുന്നു. ഒന്നിനെയും ഞങ്ങൾ ഗൗനിച്ചില്ല. ഉലമാക്കളുടെ വാക്കുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നവരാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ്, സീരിയല് കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ്, എല്ലാ അശ്ലീലതകൾക്കും കുടവെച്ചവരാണ്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഖബറിനെ കുറിച്ച് പറയുന്ന ആളുകൾ വരുമ്പോ വെറുതെയാണ്. ഖബറിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല. ഈ ദുനിയാവ് കൊണ്ട് സർവ്വതും അസ്തമിക്കുമെന്ന് പറയുന്നവരോടൊപ്പം ഞങ്ങൾ ചേർന്നുകൊണ്ട് ഖബറിനെ കുറിച്ച് ഞങ്ങൾ കളവാക്കിയവരാണ്. മരണാനന്തര ജീവിതത്തെ പറ്റി കളവാക്കിയവരാണ്. മഹ്ശറെ പറ്റി കളവാക്കിയവരാണ്. നാളെ ആഖിറത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി പരിപൂർണമായി ഞങ്ങൾ കളവാക്കിക്കൊണ്ട് നടന്നവരാണ്. ഹത്താ അതാനൽ യഖീൻ, അങ്ങനെ ജീവിച്ച
ജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ ഞങ്ങൾ പിടിമുറുക്കുന്നത്, മരണം വന്ന് ഞങ്ങളെ പിടികൂടുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു തിരിച്ചു പോക്കുണ്ടായിട്ടില്ല. ആരോഗ്യമ കാലഘട്ടത്തിൽ, ആരോഗ്യമുള്ള സമയങ്ങളിൽ ഖുർആൻ ഓതാത്തവരായി ഞങ്ങൾ നിലകൊണ്ടവരാണ്, ദിക്ർ ചൊല്ലാത്തവരായി നിലകൊണ്ടവരാണ്, ഔറാദ് എടുക്കാതെ നിലകൊണ്ടവരാണ്, ലഹരിയുടേതാകുന്ന തേരോട്ടത്തിലൂടെ ജീവിച്ചവരാണ്, അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരാ. കൈകൊണ്ട് പിടിക്കാത്ത ഹറാമില്ല, കാലുകൊണ്ട് നടക്കാത്ത ഹറാമിന് തലങ്ങളില്ല. ഹൃദയം കൊണ്ട് ചിന്തിച്ചത് ഹറാമാണ്, പ്രവർത്തിച്ചത് മുഴുവനും ഹറാമാണ്. എല്ലാ അശ്ലീലതകൾക്കും ചുവടുവെച്ചവരാ. ഞങ്ങളിതാ പ്രയാസപ്പെടുകയാണ്. ഹത്താ അതാനൽ യഖീൻ. ഇന്നിതാ ഞങ്ങളെ മരണം ഒന്ന് പിടികൂടി ഞങ്ങളെ ഇതാ മഹ്ശറിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് വിചാരണ കഴിഞ്ഞ് ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കടക്കാൻ കാരണം അതാണ് എന്ന് നരകാവകാശികൾ വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ ഈ സംഭവം വിശദീകരിച്ചിട്ട് അല്ലാഹു അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ലോകത്ത് ഒരാൾക്കും അവരുടെ ശുപാർശ ഇനി ശരിയാവുകയില്ല. ആര് ശുപാർശ ചെയ്താലും ഈ കൂട്ടരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയേ ഇല്ല. അല്ലാഹു പറയാൻ, ഇനി ആരെങ്കിലും വന്ന് ഇവരെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താമെന്ന് കരുതണ്ട കേട്ടോ. ഇവരുടെ അവസാനിച്ചു, കാര്യങ്ങൾ അവസാനിച്ചു. ഇതാണ് ഇന്നത്തെ തലമുറ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ അതാണ്. ഇങ്ങനെ നിസ്കാരമില്ല, നോമ്പുമില്ല, ഇബാദത്തുമില്ല, ഖുർആനോത്തുമില്ല, കളിച്ച് രസിച്ച് രമിച്ച് നേരം വിളക്കുന്നു, വൈകുന്നേരമാകുന്നു, നേരം വിളക്കുന്നു, വൈകുന്നേരമാകുന്നു, ഇടയ്ക്ക് കുഴിമന്തി ചെയ്യുന്നു, കിഴിപൊറോട്ട അടിക്കുന്നു, ഫുഡ് അടിക്കുന്നു, ഓടി വരുന്നു, വിളിക്കിറങ്ങുന്നു, തിരിച്ചു വരുന്നു. ഇതന്നെ പരിപാടി. കടന്നുറങ്ങുന്നു. ഇങ്ങനെ പോകുന്ന ദിവസം. ഇപ്പൊ ഈ വെക്കേഷൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ ചെയ്തത്? നല്ല ഫുഡ് അടിച്ച് കുറച്ച് കേക്കും വലിച്ചേരി തിന്ന് റാഹത്തായിട്ട് കിടന്ന് ഉറങ്ങി. അതപ്പോൾ വേറൊന്നും ചെയ്തൊന്നുമില്ല. അതപ്പോൾ ഉള്ളത് ആകെ ഖുർആൻ ഒരു ജുസെങ്കിലും ഓതിയോ? കുറച്ച് ദിവസം കിട്ടിയല്ല, റാഹത്തായിട്ട് ലീവ് കിട്ടി. 23 മുതൽ ലീവ് കിട്ടിയ മക്കളുണ്ട്. ഖുർആൻ ഓതിയ മുമ്പ് ഓതിയിരുന്നുണ്ടായിരുന്നു. അവധിക്ക് മുമ്പ് യാസീനൊക്കെ ഓതിയിരുന്നു ഇശാമേര് മണി. ഇപ്പൊ ഉള്ളതും കൂടി പോയി, ഹലാക്കായിരിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മറ്റേത് അവധി കിട്ടുന്നതിന് മുമ്പ് ഇശാമകരിമിനുടെ ഒരു യാസീനിവനെ ഓതിയിരുന്നു. ഇപ്പൊ ആ യാസീനും കൂടി ഇല്ല. ഇപ്പൊ റീൽസ് കണ്ടോണ്ടിരിക്കുക റാഹത്തായിട്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ തലമുറ. നമ്മളും അങ്ങനെ തന്നെയാണ്. പാപ്പ ഏറ്റവും വലിയ മൊബൈൽ നോക്കുന്ന ആളാണ്. ഉമ്മ അതിനേക്കാൾ വലിയ ടാബും വാങ്ങിച്ചിട്ടായിരിക്കുന്നു. അപ്പൊ പിന്നെ മക്കള് ലാപ്ടോപ്പിനകത്ത് ഓരോരുത്തർ പോകുന്ന കോലത്തിലല്ലേ പോവുള്ളൂ. അപ്പൊ എന്നിട്ട് നമ്മളോട് പറയും, ഉസ്താദേ എന്റെ മോനെ ഒന്ന് ഉപദേശിച്ചേക്കണം. എന്തിനാ? മോൻ ഭയങ്കര മൊബൈൽ ഉപയോഗമാണ്. ഇത് പറഞ്ഞിട്ട് വാപ്പ, അതെ നിങ്ങളുടെ മോന്റെ പേരെന്തായിരുന്നു? ആചാര്യ വലിയ മൊബൈൽ ഉപയോഗിച്ചോണ്ടിരിക്കും. ആചാര്യർക്ക് സമയമില്ല. ഇതന്നെ നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിങ്ങൾ ആദ്യം വീട്ടിൽ ചെന്നാണ് മൊബൈലൊന്ന് മാറ്റിവെച്ചേ. നാ മക്കള് നന്നാവും, കുടുംബമൊക്കെ റാഹത്താവും. വീട്ടിലോട്ട് കയറിയ ഉടനെ ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ സ്വിച്ച് ഓഫ്. യാ അല്ലാഹ്. കുടുംബ ബന്ധം ഇനി ശൈഥില്യപ്പെടുകയില്ല. ഭാര്യ ഒളിച്ചോടി പോകുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടാവുകയില്ല. ആദ്യം നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഇത് വീട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് വരുന്ന മുഴുവൻ കോളും അവിടുന്ന് തുടങ്ങുന്നത്. വിളിയോടെ വിളി, സംസാരത്തോടെ സംസാരം. ഒരു 10 മിനിറ്റ് പോലും ഭാര്യയുമായി സംസാരിക്കാൻ ഇവന് സമയമില്ല. ഇവൻ 24 മണിക്കൂറും വാട്സാപ്പിലും 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിലുമായിട്ട് നിലകൊള്ളണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു തിരക്ക്. അതുവരെ ഒരു വിളിക്കേണ്ടൊന്നുമില്ല. വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഫോണ് കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആർമാദിക്കാം. അപ്പൊ പിന്നെ ഭാര്യ അപ്പുറത്ത് പോയി അവരും ഇങ്ങനെ ഇരിക്കും. മക്കൾ അതിനപ്പുറത്ത് വരുന്നിട്ട് വാപ്പാക്ക് വേറെ ഏതെങ്കിലും തോണ്ടുന്ന ഫോണുണ്ടോ എന്ന് അന്വേഷിച്ചെടുക്കാണ്. ഉണ്ടെങ്കിൽ വാപ്പാടെ ഫേസ് ലോക്ക് ആണെങ്കിൽ അതും ഇങ്ങനെ കൊണ്ടുവന്ന് വാപ്പാടെ മോന്തയ്ക്ക് വെച്ച് എങ്ങനെയെങ്കിലും ഫേസ് ലോക്ക് കഴിക്കും. അപ്പൊ ഇതിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ തള്ളവരലും ആണെങ്കിൽ അപ്പുറത്ത് കൊണ്ട് പ്രസ് ചെയ്തേക്കാണ്. കാരണം ഇവന്റെ തള്ളവരലാണ് അതിനകത്ത് ലോക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ പോലും അറിയാതെ ലോക്ക് അഴിച്ചിട്ട് മക്കൾ പോയി അപ്പുറത്ത് വരുന്നത് കാണുകയാണ്. എന്താ കാരണം? പാപ്പായും ഉമ്മായും തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ മൊബൈൽ കാണുക. എന്നിട്ട് മക്കളെ ഭയങ്കരമായിട്ട് ഉപദേശിക്കാൻ പറയും ഉസ്താദുമാരോട്. ഉസ്താദൊന്ന് ഉപദേശിക്കാനായിട്ട്, എൻ്റെ മോൻ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്റ്റാണ്, എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
അപ്പൊ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ റെഡിയാവും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നതായ സർവ്വമക്കളും ശുദ്ധ പ്രകൃതത്തിന്മേലാണ് പ്രസവിക്കപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു കുട്ടിയും കൊണ്ട് പ്രസവിക്കപ്പെട്ട ആ കുട്ടി വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റുമില്ല. പാപ സുരക്ഷിതനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വീഴുന്നത്. പിന്നെ ആരാണ് ഈ കുട്ടി ഇങ്ങനെ ആക്കിയത്? ഇവനെ ഏറ്റവും വലിയ തെറ്റുകാരനാക്കിയത് ആരാണ്? അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് വഴുതി വിട്ടതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇവന്റെ മാതാപിതാക്കളാണ് ഇവനെ മജൂസിയാക്കുന്നതും ഇവനെ ജൂതനാക്കുന്നതും ഇവനെ നസ്രാനിയാക്കുന്നതും യഹൂദനാക്കുന്നതും ഒക്കെ ഇവന്റെ മാതാപിതാക്കളാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ മകൻ മതം വിട്ടുപോയി, ഇസ്ലാം മതത്തിന് എതിരായി സംസാരിക്കുന്നവനായി മാറി, അവൻ അതിന്റെ പ്രചാരകനായി മാറുന്നു എന്ന് പറഞ്ഞ് കരയുന്ന രക്ഷിതാക്കളെ അതിലുള്ളതാകുന്ന വഴിവെട്ടി തുറന്നു കൊടുത്തത് നീയാണ്. മക്കൾക്ക് കൃത്യമായി കൊടുക്കേണ്ട ധാർമ്മികമാകുന്ന മദ്രസാ വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല. അപ്പൊ നീ ഓൺലൈൻ വൽക്കരിച്ചു കൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ട്യൂഷൻ സമ്പ്രദായത്തിലൂടെ കൃത്യമായി കൊടുക്കേണ്ടതാകുന്ന മദ്രസാ വിദ്യാഭ്യാസം ഗുരുകുലത്തിൽ നിന്ന് നേരിട്ട് നേടിയെടുക്കേണ്ട ആ വിദ്യാഭ്യാസത്തെ നീ ഹനിച്ചു കളഞ്ഞു. അതിനെ നിസ്സാരവൽക്കരിച്ചു. ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിച്ചു. മദ്രസാ വിദ്യാഭ്യാസം നല്ലതല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ തന്നെ കഥ പറഞ്ഞു വന്നു. ആ പ്രവർത്തനത്തിലൂടെ ആ ഒരു വസ്തുവിലൂടെ ഉണ്ടായിത്തീർന്നത് നിന്റെ മകന് നിന്റെ മകൾക്ക് ആത്മീയമാകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മഹനീയമായ തലമാണ്. അത് കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടിയില്ല. ഉമ്മ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണ്. അൽ ഉമ്മ മദ്റസത്തുൻ ഇദാ അഅദതഹാ അഅദത ശഅബൻ ത്വയ്യിബൽ അറാഖി. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി മാതാവാണ്. ഉമ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ അടുക്കൽ നിന്ന് കൃത്യമായി അറിവ് നുകരുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവൻ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരും, ഉറപ്പാണ്. അങ്ങനെ അറിവ് തുറന്ന ആളുകളല്ലേ എത്രയോ മഹത്തുക്കൾ, എത്രയോ ഔലിയാക്കൾ, എത്രയോ മഹത്തുക്കൾ. ചരിത്രത്തില് ഭൗതികമാകട്ടെ ആത്മീയ മേഖലയിലാകട്ടെ ഇതം പ്രഥമമാകുന്ന നിലയിൽ ഉയർച്ചയിലേക്ക് എത്തിയിട്ടുള്ള ധാരാളം ആളുകളെ എടുത്തു കാട്ടാൻ പറ്റും. അവരൊക്കെ മാതാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസം നുകർന്നവരാണ്. പക്ഷെ മാതാവ് മാതാവാകണം. അതാ ഞാൻ പറഞ്ഞത്, ഉമ്മ ഉമ്മയാവണം. ഉമ്മ അശ്ലീലതയിലേക്ക് ചുവട് വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കരുത്. ഉമ്മ തന്നെ ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കാണുമ്പോ മകൻ അപ്പോഴേ തന്നെ റീല് വെച്ചു കൊടുക്കാൻ. റീൽസ് കാണുന്ന കുട്ടികൾക്ക് ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം തന്നെ ഇപ്പൊ പറയാണ്. കാരണം എന്താ? ഓരോ അര മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ. റീൽസ് നമ്മൾ കണ്ടിട്ടുള്ള റീൽസുകളൊന്ന് ചിന്തിക്ക്. ആയിരക്കണക്കിന് റീൽസുകൾ കണ്ടിട്ടുള്ള ആളുകൾ എന്റെ മുന്നിലുണ്ടാവും. എത്ര റീൽസുകൾ ഹൃദയത്തിൽ ഇപ്പോഴുണ്ട്? കൂടി വന്ന 1-2 റീൽസുകൾ ഉണ്ടാകും നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ച. ബാക്കിയുള്ള റീൽസ് ഒന്നും ഇന്ന് ഓർമ്മയില്ല. എന്താ കാരണം? സ്ഥിരത ഉണ്ടാവൂല, ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടാവൂല എന്നാണ്. കാരണം ഇങ്ങനെ മാറി 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 വരുന്ന ചിത്രങ്ങൾ ഇങ്ങനെ കണ്ട് ആ വീഡിയോകളുടെ അതിഭ്രമം വല്ലാതെ ഉണ്ടായി അതിങ്ങനെ കണ്ട് ആസ്വദിച്ചു പോവാൻ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. ദീർഘമാകുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സമയമില്ല. നേരെ മറിച്ച് ഒരു ദീർഘമാകുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ, ഒരു വാദ നിങ്ങൾ ദീർഘമായിട്ട് പൂർണ്ണമായിട്ടിരുന്ന് കേൾക്കുന്നെങ്കിൽ അത് ഹൃദയത്തിൽ പതിയും. 2 മണിക്കൂർ സമയം അത് ഫുള്ള് നിങ്ങൾ കേൾക്കാൻ. ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ടു, ഹൃദയത്തിൽ പതിയും, ഉറപ്പാണത്. ഖുർആൻ ഒരു ആകർഷണത്വമുണ്ടല്ലോ ഓട്ടോമാറ്റിക്കായി തന്നെ. ചെറിയതാകുന്ന ഇത്തരത്തിലുള്ള റീൽസുകൾ കാണുന്നതിലൂടെ ശാസ്ത്രം തന്നെ പറയുന്നു ബുദ്ധിക്ക് വളർച്ച ഉണ്ടാവില്ല, ഒരു കാര്യം സ്ഥിരപ്പെടൂല. അതുകൊണ്ട് തന്നെ പഠിക്കുന്നതൊന്നും കൃത്യമായി ശ്രദ്ധ തിരുത്തി പഠിക്കാൻ മക്കൾക്കാകുന്നില്ല. പുതിയ തലമുറയിലെ മക്കൾ എല്ലാം മറന്നുപോകുന്നു. പണ്ടുള്ള ആളുകൾ വലിയ എസ്സേകളും വലിയ സംഭവങ്ങളൊക്കെ ദീർഘമായി പഠിച്ചു വെച്ച ആളുകളെ പോലെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. പുതിയ തലമുറ ഇത്തരത്തിലുള്ളതാകുന്ന കാഴ്ചക്കാരായി മാറി. ആരാ അതിന് കാരണക്കാർ? ഉമ്മ തന്നെ. ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ കഴിപ്പിക്കാൻ മൊബൈൽ നെറ്റിയിൽ ഫിറ്റ് ചെയ്തിട്ട് ഉമ്മ ഇങ്ങനെ ഇരിക്കുക റാഹത്തായിട്ട്.
കുട്ടികൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതിരിക്കണം. ഒരു വീട്ടിൽ വരുന്നു, വീട്ടിൽ നല്ല സൈലന്റ് ആണെങ്കിൽ മനസ്സിലാക്കിക്കോണം കുട്ടികളുടെ കയ്യിൽ എന്തുണ്ട്, മൊബൈൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അതുകൊണ്ട് റാഹത്തായിട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങി. അപ്പോൾ അപ്പാക്കും ഉമ്മാക്കും സന്തോഷം, ഒച്ചപ്പാടും ഇല്ല ബഹളവും ഇല്ല, റാഹത്ത്. അവർ പിള്ളേരെ ശല്യം ഒതുക്കാൻ വേണ്ടി പതുക്കെ മൊബൈൽ കൊടുക്കും. ഈ ശീലം വലിയ അപകടമാണ്. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ടെന്നല്ല, കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു, പക്ഷെ ഒരു ടൈം വെക്കണം. ഒരു 10 മിനിറ്റ് മാക്സിമം, ഒരു 15 മിനിറ്റ് ആ ടൈമിനുള്ളിൽ തരണമെന്ന് പറയണം. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ പറയണം ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉള്ളൂ എന്നൊന്ന് ഉണർത്തണം. 15 മിനിറ്റ് ആകുമ്പോൾ പതുക്കെ കൊണ്ടുതരും ഓട്ടോമാറ്റിക്കായി. അത് അങ്ങനെ തന്നെ ശീലിപ്പിക്കണം. ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും നൽകാൻ പാടില്ല. വലിയ അപകടമുണ്ടാക്കും. ഇത് മണിക്കൂറുകൾ കൊടുക്കാൻ കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു. വരും തലമുറയിലുള്ളതാകുന്ന ആളുകൾ വളരെയേറെ പ്രയാസം സഹിക്കുന്നവരായി മാറുന്നു, കാഴ്ചക്ക് പരിമിതി ഉള്ളവരായി മാറുന്നു.